ഹലോ ഉസ്മാൻ, പണ്ടത്തെ ഒരു കഥയാണ്. അതായത് പണ്ട് ഒരു കച്ചവടക്കാരൻ 5 രൂപ നിരക്കിൽ ധാന്യം വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു തെരുവോരങ്ങളിൽ. അപ്പോൾ ഇയാൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇയാൾക്ക് വമ്പൻ നഷ്ടമാണ്. അതായത് മുതലാവുന്നില്ല, ലാഭം വരുന്നില്ല, ഒന്നും ആകുന്നില്ല. അപ്പോൾ ഇത് വില കൂട്ടണമെങ്കിൽ 10 രൂപ ആക്കുകയാണെങ്കിൽ ഇയാൾക്ക് ലാഭം വരും. അപ്പോൾ ഇത് കൂട്ടണമെങ്കിൽ രാജാവിൻ്റെ അംഗീകാരം വേണം. അങ്ങനെ രാജാവിനെ പോയി കണ്ട് ഇയാൾ ഈ സങ്കടം ഉണർത്തിച്ചു. രാജാവേ, എനിക്ക് ഈ 5 രൂപയിൽ ഉള്ള സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഒന്നും തികയുന്നില്ല, ധാന്യത്തിന് വില കൂടിയത് കൊണ്ട് 10 രൂപ ആക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, താങ്കളുടെ ധാന്യത്തിന് 30 രൂപ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിൽക്കുന്ന ആൾ പറഞ്ഞു, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ 30 രൂപ ആയി കഴിഞ്ഞാൽ ലോകത്ത് എന്താ പറയുക, പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവില്ലെന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കച്ചവടക്കാരൻ പോയി പിറ്റേ ദിവസം മുതൽ 30 രൂപയാക്കി ധാന്യത്തിന്. അങ്ങനെ എല്ലായിടങ്ങളിലും പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടി രാജാവിനെ കാണാനെത്തിയ സമയത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് രാജാവ് ഒരു കൽപ്പന വെച്ചു. ഈ ധാന്യം വിൽക്കുന്ന ആളോട് പകുതി പൈസയ്ക്ക് ധാന്യം കൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ അത് 5 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ധാന്യത്തിന് 15 രൂപയാക്കി വിൽക്കാൻ ഓർഡറായി. അപ്പോൾ എന്തായി, ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു, ബോധ്യമായി. അങ്ങനെ 5 രൂപയ്ക്ക് വിറ്റിരുന്ന ധാന്യം 15 രൂപയ്ക്ക് വിറ്റ് കർഷകനും സന്തോഷമായി. ഈ 30 രൂപയുടെ സാധനം അതിൻ്റെ പകുതി വിലയായ 15 രൂപയ്ക്ക് കിട്ടിയത് കൊണ്ട് ജനങ്ങൾ ഹാപ്പിയായി. അതോടുകൂടി രാജാവും ഹാപ്പിയായി. അപ്പോൾ തലയുണ്ടെങ്കിൽ തലൈവനായിരിക്കും. അതുക്കും വണക്കം. ബൈ ബൈ.